ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഹനീഫ അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ കലാലയ ജീവിതം ഓർമ്മ വരിക. മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും പരിചിതമല്ലായിരുന്ന കാലം. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും ആവില്ല. ഇന്ന് കാലം മാറി, കാഴ്ചപ്പാടുകൾ. മാർക്കറ്റിലിറങ്ങുന്ന പുതുപുത്തൻ വാഹനങ്ങൾ ക്യാമ്പസിൻ്റെ മുഖമുദ്രയായി മാറി. അതോടൊപ്പം അപകട നിരക്കുകളും കൂടാൻ തുടങ്ങി. ഒരു ക്ലാസ് എടുത്ത് ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനൊരു കഥ പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു പുതുമയുള്ള കഥയല്ല, വേണുമാഷിൻ്റെ കഥ. സ്വന്തം വീടും പറമ്പും വിറ്റ് മാഷിപ്പോൾ തറവാട്ടിലാണ് താമസം. റിട്ടയർമെൻറ്റിന് ശേഷം മാഷിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ചന്തയിൽ പോവുക, സാധനങ്ങൾ വാങ്ങുക, അങ്ങനെ ചില്ലറ പരിപാടികൾ മാത്രം. സുധാകരൻ്റെ പേരക്കുട്ടിയെ കാണുമ്പോൾ മാഷ് കുറേ നേരം നോക്കി നിൽക്കും. അതൊരു പതിവാണിപ്പോൾ മാഷിന്. ഒരുപക്ഷെ ആ കാഴ്ചയ്ക്ക് വേണ്ടിയാവാം എന്നും മാഷ് ഈ വഴിയിലൂടെ വരുന്നു. പുറത്തെ മഴയ്ക്കൊപ്പം ഒന്ന് പെയ്യാൻ കൊതിക്കുന്ന മേഘങ്ങൾ ആ മനസ്സിൻ്റെ ഉള്ളിലും ഉരുണ്ടു കൂടുന്നുണ്ടാവാം. സരോ, മഴയത്ത് പോണ്ടാന്ന് ഞാൻ പറഞ്ഞത് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഇന്ന് പോസ്റ്റ്മാൻ വന്നിരുന്നു. എന്ത് കത്തുണ്ടായിരുന്നോ? ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു. എന്ത് രജിസ്റ്റർ? ചെക്കാന്നാ പറഞ്ഞത്, ഇൻഷുറൻസിന്റെ. വിരഹം ചുടുകാറ്റിലുരുകുന്ന വിരഹം, ഇരവിന്റെ ഇരുളിൽ കനവിന്റെ നോവിൽ നീണമായി കിനിയുന്ന വിരഹം, നീണമായി കിനിയുന്ന വിരഹം. അച്ഛാ, അച്ഛനിങ്ങനെ പേടിച്ചാലോ? ഞാൻ സൂക്ഷിച്ചോടിച്ചോളാം. കൂൾ ഡാഡി കൂൾ. അച്ഛൻ്റെ വിചാരം ഇപ്പോഴും ഞാൻ നേഴ്സറി കുട്ടിയാണ്. എന്താ മാഷേ ഇത്? എന്താ മാഷ ഇത്? ആറ്റുനോറ്റുണ്ടായ മോനോ പോയി, ഇനി മാഷം പോവാൻ നോക്കാണോ? ഇല്ല മാഷെ, അവൻ എങ്ങും പോയിട്ടില്ല, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. വേണുമാഷിൻ്റെ ഏക മകനാണ് പഠിക്കാൻ മിടുക്കനായ സൃജിൽ. അവൻ എഞ്ചിനീയറിംഗ് 2ാം സെമസ്റ്റർ പഠിക്കുന്ന കാലം. ആത്മഹത്യയിൽ ബഹുമാനം കൊള്ളുന്നവർ മലയാളികളിൽ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ് നമ്മുടെ അയൽവാസിക്കാരെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ആത്മഹത്യ. അച്ഛാ, പൊതുജനം എന്തൊന്നും മിണ്ടാത്തേ? മോനെ, നിന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാം. അതിനി 3 കൊല്ലൂല്ലേ? അതുവരെ കാത്തുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിപ്പോ വേണം. എടാ, നിന്റെ പ്രായത്തിലൊക്കെ എനിക്ക് നല്ല ഷർട്ട് പോലും ഉണ്ടായിട്ടില്ല.
ഓ തുടങ്ങി പഴങ്കഥ പറച്ചല്. എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്ക് ബൈക്ക് കിട്ടിയേ തീരൂ. എൻ്റെ ക്ലാസ്സിൽ ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാനാ. അതിലെനിക്ക് നടക്കേണ്ടത്. ഇതിങ്ങ് നേരത്തെ പറഞ്ഞ പോരെ. അമ്മേ, അച്ഛനെ നല്ലൊരു ചായ കൊടുക്ക്. ബൈക്ക് വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? വേറെ വഴിയില്ലടോ. നമ്മുടെ തീരുമാനങ്ങൾക്കൊന്നും ഒരു വിലയില്ലടോ. ഇതാ മോനെ, ഈ ഹെൽമെറ്റ് വെക്കടാ. ഹെൽമെറ്റ് ഒന്നും വേണ്ടമ്മേ, ഞാൻ വേഗം പോയിട്ട് വരാം. ഒരുപാട് കുട്ടികളെ നേർവഴിക്ക് നയിച്ച ആ മാതൃകാ അധ്യാപകന് പിഴച്ച നന്നായിരുന്നു. എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. നീ തന്നെയാണോ ഇത്? ഹലോ ഹലോ, വേണു മാഷല്ലേ? അതെ. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഓ, എന്താ സാർ? പുതിയ ബൈക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓവർ സ്പീഡിൽ ഓടിച്ചു പോകുന്നുണ്ട്. കൈ കാണിച്ച് നിർത്തിയിട്ടില്ല. ആ, ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ മാഷല്ലേ, എനിക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ കുട്ടികൾക്കെല്ലാം. ഭയങ്കര സ്പീഡിൽ ഓടിക്കുന്നുണ്ട് സാർ, ഞാൻ പറയാം സാർ അവനോട്. ഞാൻ നിങ്ങളെ അറിയുന്നോണ്ട് വിളിക്കുന്നത്. ഇപ്രാവശ്യം ക്ഷമിക്കൂ സാറേ. ആ, ഇനി വിളിയൊന്നും ഉണ്ടാവില്ല. ഇല്ലില്ല, ഞാൻ കുട്ടിയല്ലേ. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ വേണ്ട പോലെ. ആയിക്കോട്ടെ സാർ. ഇനി ആവർത്തിക്കാൻ ഇല്ലില്ല, എന്നാ ശരി. ഞാൻ പറയാം. ആ, ഓക്കെ. നന്ദി സാർ. ആ, ഓക്കെ. എടാ, നീ ഇന്ന് പോലീസ് കൈ കാണിച്ച് വണ്ടി നിർത്താണ്ട് പോയിനാ? ഇല്ല. ആര് പറഞ്ഞു? എസ് ഐനെ വിളിച്ചിരുന്നല്ലോ. ഞാൻ ഇന്നൊരു പോലീസ് സ്റ്റേഷൻ കയറിയിട്ടില്ല. നിന്റെ പേര് പറഞ്ഞ് ഞാൻ സ്റ്റേഷനിൽ കയറേണ്ടി വരുവാ? മോനെ, കഴിച്ചിട്ട് പോടാ. മതിയമ്മേ, വാര നിറഞ്ഞ്. നിങ്ങൾ ഈ ചെക്കൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്നെ എന്തിനു പറയാൻ നിൽക്കുന്നേ? ഇങ്ങനെ കുത്തനടിക്കൽ സ്ഥാപിച്ചേട്ടാ, കൂമ്പ് അടിപ്പോവും. എടാ, അടിക്കുന്നതിന്റെ കുത്തനടിക്കണം, അല്ലാണ്ട് ചുമ്മാ സായിപ്പന്മാർ പല നുണഞ്ഞ് അയ്യേ. എടാ, ഇങ്ങനെ കുത്തനടിച്ചാലേ മത്താവും. മത്താല് ഇത് അടിക്കുന്നേ. എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും അടിക്കാൻ പറ്റില്ല. നമ്മൾ അടിക്കുന്നുണ്ടോ ലേശം അതിൽ അങ്ങനെ വെള്ളം വെച്ചിട്ട് കുറച്ച്. അല്ല സ്ഥാപിച്ചേട്ടാ, ഇതെല്ലാം കിട്ടാണ്ട് എപ്പോഴും. ഇതോ അന്തുച്ചന്റെ കടലുണ്ടാ, 2 രൂപയുടെ സാധനത്തിനെ 10 രൂപയാണ് ആ പന്നി വാങ്ങുന്നത്. ആളത്ര ശരിയില്ല. എത്ര പൈസ ആയാലും നിങ്ങളെ പോലത്തെ ആൾ വാങ്ങുന്നേക്കറിയാം. എന്നാ ചെയ്യാനോവേ, അതങ്ങ് ശീലായി. പാട്ടിട്ട എന്നാ പറയാനാ. മിച്ചരുന്നാ വീട്ടിൽ നിന്നായിരിക്കല്ലേ? ആ, അതുകൊണ്ടല്ലേ കട്ട് ചെയ്തേ. ഒന്ന് വയ്ക്കുന്നു. എടാ സുരേഷ്, നീ 2 ദിവസം വണ്ടി എടുക്കണം കേട്ടോ. എനിക്ക് വീട്ടിൽ 2 ദിവസം പണിയുണ്ട്. വണ്ടി വീട്ടിൽ വെറുതെ വെക്കാൻ പറ്റില്ല, ലോണൊക്കെ ഉണ്ടെന്ന്. അയ്യോ സ്ഥാപിച്ചേട്ടാ, എനിക്ക് ലൈസൻസ് ഇല്ല. ഓ, പിന്നെ ലൈസൻസ്? നീ ലൈസൻസ് ഇല്ല എടാ, പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന്. എനിക്ക് നേരെ ചുമ്മാ വണ്ടി ഓടിക്കാൻ അറിയത്തില്ലയോ? അതൊക്കെ തന്നെ ധാരാളം അല്ല വിത്തരടാ. പിന്നെ അല്ലാണ്ട് എന്നാൽ ഈ പോലീസ് ഒന്നുമില്ലടാ, പോലീസ് കോപ്പ്. ആ, പറയടി. ആണോ? നല്ല പനിയുണ്ടോ? ആ, ഞാൻ വരാം. എന്താ സ്ഥാപിച്ചേട്ടാ? പിന്നെ കൊച്ചിനെ പനിയാ. ഞാനെന്നേ
പോയിട്ട് വരാം. നീ വിട് ആയി. കേട്ടോ? ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ശരി. ശ്രദ്ധിക്കണം വണ്ടി എടുക്കുമ്പോൾ. ഒന്നു പടാ, ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ട് എടുക്കുന്ന പോലെയാണല്ലോ എൻ്റെ ഓർത്തിൽ. നോക്കണേ വണ്ടി ശ്രദ്ധിച്ചു പോകണം. അതൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ. അല്ല നിങ്ങൾക്ക് നല്ല മൊത്തമുണ്ട്. നീ പോടാ എടുക്കാം. ആ പഴുത്തട്ടാ ഇതെല്ലാം എടുക്ക്. നോക്കി ഓടിക്കണേ. ആ പഴുത്തേട്ടാ, പിന്നെ നാളെ കാണാം. ഓക്കെ. ബാക്കിയില്ല നമുക്ക് കാട്ടിൽ കൊണ്ടിട്ട് അടിക്കാം. അയാളിന് ഷെയർ തരുന്നു തോന്നുന്നു. വേടാ. ഓക്കെ. ഞാൻ പരിപാടി. ഈ മരുന്നൊന്ന് പെട്ടെന്ന് വാങ്ങിച്ചോണ്ടോ കേട്ടാ. വൈശാഖേ, എന്ത് പറ്റിയടാ? എന്ത് പറ്റി? അച്ഛ, ആക്സിഡന്റ് ആയിരുന്നു. ഇടിച്ച വണ്ടി നിർത്താണ്ട് പോയി. ഈശ്വര, സ്ഥലം ഡോക്ടർ നോക്കുന്നുണ്ട് അച്ഛ. കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞ. അവനൊന്നും ആയിട്ടുണ്ടല്ലോ പക്ഷേ, പേടിക്കണ്ട. ഇനിയാണ് ഈ കഥയിലെ എൻ്റെ റോൾ. ഒഴിവാക്കാനാവാത്ത രംഗപ്രവേശം. മാഷ് അപ്പുറത്തുണ്ട്. മാഷോടെന്തെങ്കിലും പറയാനുണ്ടാവോ? ഹലോ, ആമേ. ഓക്കെ, നാളെ ഡിസ്ചാർജ് ആക്കുന്നു പറഞ്ഞു കേട്ടാ. ഓക്കെ. എനിക്കുമുണ്ടായിരുന്നൊരു അനുജൻ സമീർ. അവനെനിക്ക് അനുജൻ മാത്രമല്ല, അവനെനിക്കൊരു മകനെ പോലെയായിരുന്നു. അവന് മോട്ടോർ സൈക്കിൾ ഭയങ്കര ഹരമായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ അവനൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. എന്നാൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചും ഹെൽമെറ്റ് ധരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ അവന് വ്യക്തമായി പറഞ്ഞു കൊടുത്തിരുന്നു.
അന്നൊരു ഞായറാഴ്ച എൻ്റെ അടുത്ത് കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞു പോയതവൻ. പിന്നെ ഞാനവനെ കാണുന്നത് പോസ്റ്റ്മോർട്ടം ടൈമില്ല. എൻ്റെ സഹപാഠിയായിരുന്നു അവനെ കീറി മുറിച്ച് പരിശോധിച്ചത്. അന്ന് അവനോടൊരു വാക്ക് പറഞ്ഞു. അവനൊരു ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്ക് അവന് തിരിച്ചു തന്നേനെ. മാഷേ, വിധി ഇന്നെന്നെ അത് തിരിച്ചു പറയാൻ പ്രേരിപ്പിക്കുക. അവനൊരു ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ ഞാൻ അവനെ മാഷ്ക്ക് തിരിച്ചു തന്നേനെ. ഡോക്ടർ, ഐ ആം സോറി മാഷേ. തെറ്റ് ആരുടേതാണ്? മദ്യപിച്ച് വാഹനമോടിച്ച ആ ഡ്രൈവറുടേതോ, അതോ ഹെൽമെറ്റ് ഇടാതെ മൊബൈലിൽ സംസാരിച്ച് ബൈക്ക് ഓടിച്ച ആ ചെറുപ്പക്കാരുടേതോ? തെറ്റാരുടേതായാലും വിലപ്പെട്ട ഒരു ജീവൻ പൊലിഞ്ഞു എന്നതാണ് സത്യം. നഷ്ടപ്പെട്ട മക്കളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ വേദന തിന്ന് ജീവിക്കുന്ന മാതാപിതാക്കളുടെ ലോകമാണിത്. ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് മറ്റുദ്യോഗസ്ഥർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ആസ് എ ഡോക്ടർ എനിക്ക് പറയാനുള്ളത്, ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഓർക്കുക. അവരുടെ സ്നേഹത്തിന് പകരം കൊടുക്കേണ്ടത് കണ്ണീരോ സ്നേഹമോ? തീരുമാനം നിങ്ങളുടേതാണ്. ഒബേ ട്രാഫിക് റൂൾസ്. ഏതായാലും ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങളോട് ഒത്തിരി നന്ദി. നമസ്കാരം.